ഇടതടവില്ലാതെ തിരുവചനം ഉരുവിട്ട് സഭയുടെ അഭിമാനവും നാടിന് അനുഗ്രഹവും സ്വർഗരാജ്യത്തിന് മുതൽക്കൂട്ടും വളരുന്ന തലമുറയുടെ വാഗ്ദാനവുമായി മാറിയിരിക്കുകയാണ് ഇടുക്കി രൂപതയിലെ കുറെ കൊച്ചുമിടുക്കർ. ഇടുക്കി രൂപതയുടെ തിരുമാലസഖ്യം, ഇടുക്കി CMC കാർമൽഗിരി പ്രൊവിൻസും CMI കാർമൽ പ്രൊവിൻസും സംയുക്തമായി ഇടുക്കി രൂപതയിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നടത്തുന്ന മനോഹരമായ ഒരു മത്സരമാണ് വചനോപാസന. കുഞ്ഞുമക്കൾ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പം നിന്ന് വചനം പഠിക്കുന്നു. അതിനുശേഷം പഠിച്ച വചനം ഇങ്ങനെ മത്സരവേദിയിൽ വന്ന് പറയുകയും 1-2 വചനമല്ല, 50, 100 വചനമല്ല, 200, 300, 400, 500, 600, 700 ഒക്കെ വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടാണ് 6ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുമക്കളെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ ഇന്ന് ഇടുക്കി രൂപതയിൽ ഇവിടെ ഇടുക്കിയിൽ ന്യൂമാൻ CMC സന്യാസിനി സഭയുടെ ന്യൂമാൻ പബ്ലിക് സ്കൂളിൽ നടത്തിയ 2ാമത്തെ ഫൈനൽ റൗണ്ട് മത്സരത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ വചനം പഠിച്ച ഒരു കൊച്ചുമിടുക്കനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതുപോലെ മാതാപിതാക്കളും ഉണ്ട് ഇവിടെ. അവരുടെ പേരാണ് സിഖിൽ സിജോ. സിഖിൽ എത്രയിൽ പഠിക്കുന്നു? 5ാം ക്ലാസ്സിൽ. അവർ രണ്ടുപേരും അധ്യാപകരാണ്. അധ്യാപനത്തിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നീ എത്ര വചനമാണ് പഠിച്ചതാണ്? 500 വചനമാണ് 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും പഠിച്ചത്. 500 വചനം കാണാതെ പറയാം. 500 വചനം നീ കാണാതെ പറയും പാടിപ്പോയി. അപ്പം ഇത് ആരെ പഠിപ്പിച്ചത്? അമ്മയും കൂടെയാണ് വചനം പഠിപ്പിക്കുന്നത്. ഇത് ഈ ഒരു വചനോപാസന എന്ന് പറയുന്ന ഈ ഒരു മത്സരം നമ്മുടെ ഷെക്കീന TVയുടെ ഈ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുഞ്ഞുമക്കൾ വചനം കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഈശോയെ പഠിക്കൽ തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് 500 ദൈവവചനങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള 500 വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ എത്ര ആവർത്തി ഈ അധ്യാപകരായ മാതാപിതാക്കൾ ആവർത്തിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അത്രയും സമയം വചനം ആവർത്തിക്കപ്പെടുകയാണ്. അത്രയും തവണ ഈശോയുടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാൽ വീട് നിറയുകയാണ്. മറ്റൊന്നിരിക്കുമ്പോൾ സ്നേഹമില്ല, അപരിഹരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഒന്ന് പറഞ്ഞ സ്പർദ്ധ അവരെ നാം പുലർത്തരുത്. രണ്ടു പറഞ്ഞ സ്പർദ്ധ അവൻ്റെ എടുത്തോളം ശക്തവുമാണ്. ഇന്ന് മത്സരം തുടങ്ങിയപ്പോൾ മുതൽ ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാതാപിതാക്കളുടെ വലിയൊരു സന്തോഷം, കുഞ്ഞുങ്ങളുടെ അതിലേറെയുള്ള ഉത്സാഹം, അവരെ പലപ്പോഴും അതിലേക്കായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നു. അത് അവരുടെ ജീവിതത്തിന് ഒരു ശക്തിയായിട്ടും കരുത്തായിട്ടും അനുഗ്രഹമായിട്ടും അവർ അനുഭവിക്കുന്നു എന്ന് പങ്കുവച്ചപ്പോൾ ഇതിൻ്റെ വലിയ സുഹൃതം എന്താണ് എന്ന് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുകയുണ്ടായി. വചനം പഠിച്ചുകൊണ്ട് മകൾക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്? അപ്പോൾ ഹന്ന എത്ര കാലമായി വചനം പഠിക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷമായി വചന പഠനം തുടങ്ങിയിട്ട്. ആരാ പഠിപ്പിക്കുന്നത്? പപ്പയാണോ വചന പഠനത്തിൻ്റെ ടീച്ചർ? അത് ശരി. എത്ര വചനം പഠിച്ചു ഇപ്പോൾ? 395 വചനം പഠിച്ചിട്ടാണ് അവൾ മത്സരത്തിന് വന്നിരിക്കുന്നത്. മിടിമിടിക്കാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് 395 വചനം പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഒരു 10 വചനങ്ങൾ ആണെന്ന് പറഞ്ഞു. ആദ്യം വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. മത്തായി 1:1. ദൈവത്തിന്റെ യേശുക്രിസ്തു സുവിശേഷത്തിന്റെ ആരംഭം.
മർക്കോസ് 1:1. ദൈവവചനം അതരങ്ങളിൽ തിരിയായി തെളിച്ച് ജീവിതം ആരംഭിക്കുന്നത് വലിയൊരു സംസ്കാരത്തിന്റെ തുടക്കമാണെന്ന് മൂവാറ്റുപുഴ CMI കാർമൽ പ്രൊവിൻസ് വികാർ പ്രൊവിൻഷ്യൽ ഫാദർ റോയ് കണ്ണഞ്ചിറ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. മത്സരം കഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിൽ തിരുവചനമാണ് പതിഞ്ഞിട്ടുള്ളതെന്ന് അനുസ്മരിച്ച അദ്ദേഹം തിരുവചനം പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉണർത്തിയ വലിയ അത്ഭുതമാണ് വചനോപാസന സംരംഭത്തിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഇതൊരു വലിയ തുടക്കമാണ്, വലിയൊരു തുടക്കമാണ്, നല്ലൊരു സംസ്കാരത്തിന്റെ തുടക്കമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ദൈവവചനം അധരങ്ങളിൽ തിരിയായി തെളിച്ച് ജീവിതം ആരംഭിക്കുന്നു എന്നതാണ്. മറ്റു മത്സരങ്ങൾ പോലെയല്ല. മറ്റു മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മക്കൾ മനസ്സിൽ പലപ്പോഴും തോറ്റുപോയതിന്റെ സങ്കടമാണ്, അല്ലെങ്കിൽ എന്നെ അയാൾ തോൽപ്പിച്ചു എന്നതിന്റെ സങ്കടമാണ്. തോൽപ്പിച്ചാൽ ആരെങ്കിലുമൊക്കെ തോൽപ്പിച്ചാൽ മാത്രമേ ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം മത്സരത്തിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ വചനോപാസന ഇതൊരു മത്സരമല്ല നമ്മുടെ മക്കളുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്നത്. ഈ വചനോപാസന വചനോത്സവത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാ മക്കളുടെയും മനസ്സിൽ ഏറ്റവും കുറഞ്ഞത് ഒന്നിലേറെ തിരുവചനങ്ങൾ പതിഞ്ഞ് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അങ്ങനെ 1200 കുടുംബങ്ങളാണ് തിരുവചനം ഉച്ചരിച്ച് കുഞ്ഞുമക്കളെ ഉണർത്തിയെടുത്തിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. നൂറുകണക്കിന് വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കി മത്സരരംഗങ്ങളിൽ നിന്ന് ജീവിതവേദികളിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ സുവിശേഷത്തിന്റെ ധീരസാക്ഷികളായി പ്രശോഭിക്കുന്നതിനായി സംഘടിപ്പിക്കപ്പെട്ട വചനോപാസന സംരംഭത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെക്കേന ന്യൂസ്, ഇടുക്കി.